കണ്ണൂർ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. പോരാട്ടം ഇടതുപക്ഷത്തിനെതിരെയല്ല, അഴിമതിക്കെതിരെയാണ് എന്നാണ് വി കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം. ഒരു മുന്നണിയുടെയും സ്ഥാനാർത്ഥിയാകാൻ താൻ ഇല്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണം എന്നതാണ്. ഞാൻ പയ്യന്നൂരിലെ സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിവെച്ച പോരാട്ടം, ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. ആർക്കും സ്വതന്ത്രനായി മത്സരിക്കാമെന്നും ആരോപണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിയതാണെന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി TI മധുസൂദനൻ പറഞ്ഞു. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയഭൂമിയല്ലേ. ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം പയ്യന്നൂർ നേടും. ശരിയായ നിലയിൽ ജനങ്ങൾ അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശം, വോട്ടവകാശമാണ്, അത് വിനിയോഗിക്കും. പയ്യന്നൂരിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഏത് ആരോപണങ്ങളോ ഏത് രീതിയിലുള്ള എതിർപ്പുകളോ ഉയർത്തിക്കൊണ്ട് വന്നാലും കുലുങ്ങുന്ന മണ്ണല്ല ഈ പയ്യന്നൂരെന്ന് പയ്യന്നൂരിലെ ജനങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുക. അജീഷ് ജയകുമാർ വിവരങ്ങളുമായുണ്ട്. അജീഷ്, പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ വെല്ലുവിളി ഉയർത്തുകയും പാർട്ടി നേതൃത്വത്തെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് വി കുഞ്ഞികൃഷ്ണൻ. അവിടെ TI മധുസൂദനൻ സിറ്റിംഗ് MLAക്കെതിരെ അവിടെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് കുഞ്ഞികൃഷ്ണനാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. എന്താണ് പയ്യന്നൂരിലെ ഒരു ചിത്രം? TI മധുസൂദനൻ പറഞ്ഞത് പയ്യന്നൂർ ഞങ്ങളുടെ ഹൃദയഭൂമിയാണ്, അവിടെ ഒരു ഇളക്കവും തട്ടാൻ, ആ മണ്ണിനെ ഇളക്കാൻ ഒരാൾക്കും കഴിയില്ല. ആ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ TI മധുസൂദനൻ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്താണ് അവിടുത്തെ രാഷ്ട്രീയ ചിത്രം? GK, ഇടതുമുന്നണിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ തവണ 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ TI മധുസൂദനൻ ജയിച്ച മണ്ഡലമാണ്. അതിനു മുൻപൊക്കെ തന്നെ വർഷങ്ങളായി തന്നെ ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ് പയ്യന്നൂർ. പാർട്ടിയുടെ ഒരു ഉരുക്ക് കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പയ്യന്നൂരിനെ. അവിടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ സംഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ താൻ ഉയർത്തിയിരുന്നു. അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ തുടരാൻ വേണ്ടിയിട്ടാണ് ഈ മത്സരം എന്നാണ്. മാത്രമല്ല, ഈ TI മധുസൂദനൻ അല്ലായിരുന്നു LDFന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ താൻ ഒരിക്കലും മത്സര രംഗത്ത് ഉണ്ടാകില്ലായിരുന്നു എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ നമ്മൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം നേരത്തെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ തന്നെ ഈ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു സൂചന നൽകിയിരുന്നു. പാർട്ടി ഔദ്യോഗികമായി, അതായത് LDF സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം തന്റെ നിലപാട് പറയാം എന്നായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ ഇതുവരെ പറഞ്ഞത്. ഇന്നലെ വൈകിട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ സ്വതന്ത്രനായി മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. നിലവിൽ UDF ഒന്നും പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടില്ല, നേരിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ UDFന്റെ BJPയുടെ അടക്കം പ്രവർത്തകരുടെ ആ പിന്തുണ തനിക്ക് വോട്ട് നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. പയ്യന്നൂരിൽ വലിയൊരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ വി കുഞ്ഞികൃഷ്ണനുണ്ട്. കാരണം അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ ചേർന്ന ഈ LDFന്റെ മണ്ഡലം കമ്മിറ്റികളിലും CPMന്റെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ തന്നെ TI മധുസൂദനെതിരെ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില പ്രതിഷേധങ്ങളും വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത് പാർട്ടിയുടെ വോട്ട് ചോരുമെന്നുള്ളൊരു ആക്ഷേപങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു സംശയമൊക്കെ പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഉണ്ട്. അതാണ് വി കുഞ്ഞികൃഷ്ണന്റെ കരുത്തും. അങ്ങനെ ഈ വോട്ട് കുറയ്ക്കാൻ, ഭൂരിപക്ഷം കുറയ്ക്കാനായാൽ പോലും അത് വി കുഞ്ഞികൃഷ്ണന്റെ വിജയമായി കണക്കാക്കപ്പെടും പയ്യന്നൂരിൽ. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം TIയെ മത്സരിപ്പിച്ചില്ലെങ്കിൽ അത് ഈ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തവണ ഒരിക്കൽ കൂടി സീറ്റ് നൽകാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.